വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഈവനിങ് ടു നൈറ്റ് വ്ളോഗായിട്ടാണ്. കുറേ ആയി വിചാരിക്കുന്നു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഈവനിങ് വ്ളോഗൊക്കെ എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴാണ് ഈ ടൈം കിട്ടിയത്. നമുക്ക് ചായ കുടിക്കാം. ഇനി ഞാൻ ചായ കുടിക്കുകയാണ്. ചായൻ്റെ ഒപ്പം ഞാൻ സ്നാക്കായിട്ട് കഴിക്കുന്ന ബ്രെഡാണ്. എനിക്ക് ബ്രെഡ് റോസ്റ്റ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയൊക്കെ ആവും. വേറെ എണ്ണയാണ് വെച്ചിട്ടുള്ളത്. ഇടയ്ക്ക് ഞാൻ നെയ്യും ആക്കാറുണ്ട്. എനിക്ക് ചായൻ്റെക്കാളും കാപ്പിയാണ് ഇഷ്ടം, പക്ഷെ ഞാൻ ചായയും കുടിക്കും കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ അനിയനും കൂടി ഒന്ന് പുറത്തേക്ക് പോയിരുന്നു. ഞങ്ങൾ പോയത് എന്താണെന്ന് വെച്ചാൽ വാൾ പോസ്റ്റർ പ്രിൻറ്റ് ചെയ്യാനായിരുന്നു. പക്ഷെ ഞങ്ങൾ പോയ കടയിൽ കളർ പ്രിൻ്റ് ഇല്ല. അപ്പോൾ രാത്രിക്ക് ഞാൻ പുലാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കുന്നില്ല, എനിക്കും എൻ്റെ അനിയനും വേണ്ടി. എനിക്കിങ്ങനെ കുറേ ഡിഷസ് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല, പക്ഷേ ബേസിക് ആയിട്ടുള്ളതൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ അറിയാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുക്കിംഗ് ഒക്കെ. ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ SP അടിക്കുകയല്ല, പക്ഷേ എനിക്കിതുപോലെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പുലാവിന് വേണ്ടിയിട്ട് തക്കാളിയും ഉള്ളിയൊക്കെ ഞാൻ പീസായിട്ട് കട്ട് ചെയ്യുകയാണ്. ചിലപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നൊക്കെ ഇരിക്കും. അപ്പോൾ ഞാൻ പുലാവ് ഉണ്ടാക്കിയിട്ടുള്ളത് ഉച്ചത്തെ ചോറുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കളയണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ കുറച്ച് ടേസ്റ്റി ആയിട്ടുള്ള പുലാവൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ കഴിക്കാമല്ലോ. എനിക്ക് പണ്ടേ മുതലേ എനിക്ക് ഇങ്ങനെ ബിരിയാണി, ഫ്രൈഡ് റൈസ്, പുലാവ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ വന്നിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആവും. ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ഫുഡൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ ഇന്ന് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പുതിയ ഡെസ്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇത്. അപ്പോൾ ഞാൻ അച്ഛനും കൂടി സെറ്റ് ചെയ്യാണ് കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്ന ഒരു പെട്ടിക്ക് ഈ ഡെസ്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെസ്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ രാത്രി കിടക്കാൻ നേരത്തെ ബുക്ക് വായിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ മാഗസിൻ നല്ല നോവലാണ് വായിക്കുന്നത്. നല്ല നോവൽ തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ ലൈബ്രറിയിൽ നിന്ന് വാങ്ങിയതാട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇതുപോലെ നോവലൊക്കെ വായിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഈവനിങ് ടു നൈറ്റ് റൊട്ടീൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ്, ലൈക്ക് മറക്കണ്ട. പിന്നെ എന്തെങ്കിലും കമൻറ്റ് ഇട്ടോ, എനിക്ക് വായിച്ചിരിക്കാമല്ലോ. അപ്പോൾ ബൈ.